നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യവും സൗഖ്യവും തന്നതിന് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകുന്ന സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് നൽകിയ വചനം യെശയ്യാവിൻ്റെ പ്രവചനം 57-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. പഴയ നിയമത്തിലെ പൗലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകനാണ് യെശയ്യാവെന്ന് പറയുന്നത്. യെശയ്യാവെന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം യോശിയാവെന്ന് പറയുന്ന രാജാവിൻ്റെ കൊച്ചുമകനാണ്. രാജകുടുംബ അംഗമാണ്. വളരെ ശ്രേഷ്ഠതയുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹത്തെ ശ്രേഷ്ഠകരമായ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് വേർതിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു പ്രവാചകിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിളിലെ ഏറ്റവും ദൈർഘ്യമേറിയ പേര് തൻ്റെ മക്കൾക്കായിരുന്നു. മഹശാലേൽ ഹാസ്ബസ് എന്നാണ് ഒരു മകനിട്ടതായ പേര്. അത് ദൈവം തന്നെ കൊടുത്ത ഒരു പേരാണ്, ദൈവം പറഞ്ഞിട്ട് ഇട്ടതായ പേരാണ്. നിത്യത മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവരുണ്ട്, ദൈവത്തെ സേവിക്കാത്തവരുണ്ട്. ഒരുവൻ്റെ ഹൃദയം എന്താണോ അതാണ് അധരത്തിലൂടെ പുറത്തു വരുന്നത്. ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാകുന്നു. ദുഷ്ടത മാത്രം ചെയ്യാൻ വിളിക്കപ്പെട്ടവരുണ്ട്. അവരെ എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത്? അവരുടെ പ്രത്യേകതകൾ എന്താണ്? കടൽ ഒരിക്കലും അടങ്ങിയിരിക്കില്ല. കടൽ ഇളകി മറിയുന്നത് പോലെ ദുഷ്ടന്മാരോ കലങ്ങിമറിയുന്ന കടൽ പോലെയാണ്. ഈ ദൈവത്തെ സേവിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയം ശാന്തതയുള്ളതായിരിക്കും. അവർ ഒന്നിനും തിരക്ക് കൂട്ടുകയില്ല. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി ശാന്തമായി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ദുഷ്ടന്മാരെക്കുറിച്ച് പറയുന്നത്, അവരെ ഉപമിച്ചിരിക്കുന്നത് കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. ദുഷ്ടന്മാർക്ക് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയത്തില്ല, ശാന്തമായിട്ടിരിക്കുവാൻ കഴിയില്ല. ഇനിയും അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ഈ കലങ്ങിമറിയുന്ന കടൽ അത് ഇളകി അടിത്തട്ടിലുള്ള ചേറും ചെളിയും മുകളിലേക്ക് തള്ളുന്നത് പോലെ ദുഷ്ടന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ദുഷ്ടതകളുണ്ട്. എത്ര മറച്ചു വച്ചാലും, എത്ര ഭംഗിവാക്കുകൾ കൊണ്ട് ആരും കാണാതെ വണ്ണം പൊതിയാൻ ശ്രമിച്ചാലും, ആന്തരികമായി മാനസാന്തരമില്ലാതെ, ശുദ്ധീകരണമില്ലാതെ, വെടിപ്പില്ലാതെ, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം ഇവയാലുളവാകുന്ന സ്നേഹം എന്ന് നാം വായിക്കുന്നുണ്ട്. യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടത് ശുദ്ധഹൃദയമാണ്, നല്ല മനസ്സാക്ഷിയാണ്, നിർവ്യാജ വിശ്വാസമാണ്. ഇതില്ലാതെ സ്നേഹമുണ്ട്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ തിരിക്കുക. എന്നാൽ ഇതെല്ലാം അറിഞ്ഞോ അറിയാതെയോ വ്യക്തികളിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ പുറത്തു വരും. ഇവിടെ പറയുകയാണ്, ഈ ദുഷ്ടന്മാർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല, അതിൻ്റെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും അധരത്തിൽ നിന്ന് ദൂഷണങ്ങളോ ദുർഭാഷണങ്ങളോ ചെളിവാരി എറിയുന്ന വാക്കുകളോ ഒക്കെ വരുമ്പോൾ ഓർത്തുകൊള്ളുക, ആളിൻ്റെ ഹൃദയം അത്ര നേരുള്ളതല്ല, ദുഷ്ടത നിറഞ്ഞതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എപ്പോഴും കുറ്റം പറയാനും വിമർശിക്കാനും മറ്റൊരാളെ ഇകഴ്ത്താനും മറ്റൊരാളുടെ തകർച്ചകൾ കാണാനും മറ്റൊരാളെക്കുറിച്ച് നുണ പറയാനും വെറുക്കാനും ഒക്കെ അവരെപ്പോലാണ് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നത്? വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? അവർക്ക്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരിൽ തന്നെ സമാധാനമില്ലാത്തതുകൊണ്ട്
അവർ മറ്റുള്ളവർക്കും അത് തന്നെ കൊടുക്കാനായിട്ട് തയ്യാറാകുകയാണ്. എയ്ഡ്സ് വന്നവർ അത് മറ്റുള്ളവരിലേക്ക് പകരാൻ ശ്രമിക്കുന്നത് പോലെ ദുഷ്ടന്മാർക്ക് ആന്തരികമായി സമാധാനമില്ല. ഈ സമാധാനമില്ലാത്തത് കൊണ്ടാണ് അവർ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവർക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയില്ല. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന സഭയിൽ. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ വക്താവാകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് മാത്രമേ അവർക്ക് അവരിൽ തന്നെ സമാധാനം ഉണ്ടാകുകയുള്ളൂ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് സമാധാനം. അത് ദൈവത്തോടുള്ള ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തികൾക്ക് ആന്തരികമായി സമാധാനം ഉണ്ടാകുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. പ്രാർത്ഥനാ ജീവിതമുള്ളവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ദൈവം നൽകുവാനിടയാകും. ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം ഉണ്ടായിരിക്കും. ചിലർ അവരിൽ തന്നെ അസ്വസ്ഥരാണ്. കാരണം അവരല്ല അവരെ കൺട്രോൾ ചെയ്യുന്നത്. അവരെ കൺട്രോൾ ചെയ്യുന്നത് ശൗൽ വീട്ടിനകത്ത് ഉറക്കെ സംസാരിച്ചെന്നാണ് വായിക്കുന്നത്. വീട്ടിൽ കേൾക്കേണ്ടതെല്ലാം മറ്റുള്ളവരെ കൂടെ കേൾപ്പിക്കത്തക്ക നിലയിൽ അലറിക്കൂവി സംസാരിക്കുന്നവനായിരുന്നു ശൗൽ. എന്താ കാരണം? ഒരിക്കൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നു, ദൈവാത്മാവ് പോയി. ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ദുരാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാവരും അറിയും, പോകുമ്പോഴാരും അറിയത്തില്ല. എന്നാൽ ദുരാത്മാവ് വരുമ്പോൾ ആരും അറിയത്തില്ല, പോകുമ്പോൾ എല്ലാവർക്കും അറിയാം. ഇന്ന് ആത്മീയ മേഖലകളിലും ഇത്തരം ദുരാത്മാവ് ബാധിച്ച വ്യക്തികളുണ്ട്. അവരെ പെട്ടെന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരുടെ സ്വഭാവം കൊണ്ട്, അവരുടെ വാക്കുകൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് മാത്രമായിരുന്നില്ല അശുദ്ധിയുടെ ആത്മാവുണ്ടായിരുന്നത്. ഇന്നും അശുദ്ധാത്മാവുണ്ട്, ഇന്നും ദുരാത്മാക്കളുണ്ട്, ഇന്നും ഇത്തരം രോഗാത്മാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചറിഞ്ഞ് സമാധാനമുള്ളവരായി, സമാധാനം കൊടുക്കുന്നവരായി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.